ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈശോയുടെ ധന്യനാമത്തിൽ നിനക്ക് നല്ലൊരു ദിവസം നേരുക. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു, അവൻ്റെ പ്രകാശത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുക. ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ പിന്നെ നമ്മൾ ഇരുട്ടിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈശോ ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ്. എന്നെ അനുഗമിക്കുന്ന ഒരിക്കലും അന്ധകാരത്തിൽ പെട്ടുപോകില്ല, അന്ധകാരത്തിൽ നടക്കുകയില്ല. രണ്ടാമത് പറയാണ്, അവനിൽ ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും, അവൻ പ്രകാശിക്കാൻ തുടങ്ങും, അവൻ തിളങ്ങാൻ തുടങ്ങും. ഈ ഈശോ പറഞ്ഞ വാക്കുകളാണ്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ജീവിതത്തെ ഈശോയിലേക്കൊന്ന് ചേർത്ത് വെച്ചൊന്ന് നോക്കിക്കേ. ഒരു ഭയങ്കര പ്രകാശം. നീ ആ പ്രകാശത്തോട് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ നിനക്ക് എവിടെ ജീവിതത്തിൽ പതറിപ്പോവുക? ഏത് ശക്തിക്കും നിന്നെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുക? എങ്ങനെയാണ് നീ ജീവിതത്തിൽ താഴ്ത്തപ്പെടുക? കാരണം പ്രകാശമല്ലേ, നിന്നിലൂടെയും പ്രകാശം ഒഴുകുകയല്ലേ. അത് ശരിക്കും നിനക്ക് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നീയാകുന്ന പ്രകാശത്തിൽ എപ്പോഴും വ്യാപരിക്കുവാനായിട്ട്, നിന്നോട് ഒട്ടിച്ചേർന്ന് നല്ല വഴികളിലൂടെ നടക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും ഈ വ്യക്തിക്ക് നിന്റെ നാമത്തിൽ സംരക്ഷണം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.